ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം ഡൂസ് ആൻഡ് ഡോൺസ്. ആദ്യം തന്നെ നമുക്ക് ഡോൺസിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ കണ്ടില്ലേ, ടൈമിംഗ്. 99% ആൾക്കാരും കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പീക്ക് ടൈമിലായിരിക്കും പോസ്റ്റ് ചെയ്യുക. പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളെ പീക്ക് ടൈമിനെക്കാട്ടി 2 hours ബിഫോർ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ പീക്ക് ടൈമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ കാണാൻ പറ്റും ഗ്രാഫ് താഴേക്കാണ് വരുന്നത്. അതിനർത്ഥം അത്രത്തോളം കുറഞ്ഞ ആൾക്കാരിലേക്കാണ് നമ്മൾ കോണ്ടന്റ് എത്തുക. സോ നിങ്ങൾ 2 hours ബിഫോർ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫ് കൂടിയിട്ടാണ് വരുന്നത്. സോ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ കോണ്ടന്റ് എത്തും. മനസ്സിലായില്ലേ? സെക്കൻഡ് പോയിന്റ് ആണ് തംബ്നെയിൽ പ്ലേസിംഗ്. നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് തംബ്നെയിലൊക്കെ ഡിസൈൻ ചെയ്യും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും റീൽ സെക്ഷൻ്റെ റേഷ്യോയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ തംബ്നെയിൽ പ്ലേസ് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നത്. നിങ്ങളെ പ്രൊഫൈൽ ഗ്രിഡിന്റെ ആ റേഷ്യോ കറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിലായിരിക്കണം നമ്മളെ തംബ്നെയിലിന്റെ കോണ്ടന്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ. തേർഡ് പോയിന്റ് ആണ് യൂസിങ് ഹാഷ്ടാഗ് ഇൻ ബയോ. ഒരിക്കലും ബയോയിൽ ഹാഷ്ടാഗ് യൂസ് ചെയ്യരുത്. യൂസ് കീവേഡ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ ഒരു ഫിറ്റ്നസ് കോച്ച് ആണെങ്കിൽ നിങ്ങളുടെ പേരിന്റെ തൊട്ടടുത്ത് ഒരു ബാർ ഇട്ടിട്ട് ഫിറ്റ്നസ് കോച്ച് അങ്ങനെയൊക്കെ ഇടുക. കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഇൻസ്റ്റാഗ്രാം SEO നിങ്ങൾക്ക് കിട്ടും. ഫോർത്ത് വൺ ഈസ് ഓവർ യൂസ് ഓഫ് ഹാഷ്ടാഗ് ഇൻ കോണ്ടന്റ്സ്. ഒരിക്കലും വാരി വലിച്ച് ഹാഷ്ടാഗ് നിങ്ങളുടെ കോണ്ടന്റിൽ ഇടരുത്. അത് നിങ്ങളുടെ റീച്ചിന് വളരെയധികം ബാധിക്കും. ഐഡിയൽ നമ്പർ ഈസ് 3 to 6. ആ യൂസ് ചെയ്യുന്ന ഹാഷ്ടാഗ് തന്നെ നിങ്ങളുടെ കോണ്ടന്റ് റെലവെന്റ് ആയിട്ടുള്ള ഹാഷ്ടാഗ് ആയിരിക്കും യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്റ്റാഗ്രാം ഡൂസിലെ ഫസ്റ്റ് പോയിന്റ് 3 pinned പോസ്റ്റ്. അത് നിങ്ങൾ റീൽ സെക്ഷനിലും ഗ്രിഡ് സെക്ഷനിലും പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നിങ്ങൾ ഹൈ പെർഫോമിംഗ് റീൽ ആവാം, നിങ്ങൾ ടെസ്റ്റ് മോൾ ആയിരിക്കാം, നിങ്ങൾ മോസ്റ്റ് വൈറൽ പോസ്റ്റ് ആയിരിക്കാം, എന്തോ ആവട്ടെ, നിങ്ങളത് പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ കമ്പനി ആൻഡ് ഓൾസോ നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡിംഗ് അക്കൗണ്ട് ആവട്ടെ, ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ആയിരിക്കും. സെക്കൻഡ് വൺ ആണ് കീവേഡ് റിച്ച് ക്യാപ്ഷൻസ്. നിങ്ങൾ കോണ്ടിന് ക്യാപ്ഷൻ കൊടുക്കുന്ന സമയത്ത് മാക്സിമം കീവേഡ് സ്റ്റഫ് ചെയ്തിട്ട് കൊടുക്കുക. അത് നിങ്ങൾ കോണ്ടിന് കൂടുതൽ വ്യൂസ് കിട്ടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫസ്റ്റ് ലൈൻ ഓഫ് ക്യാപ്ഷൻ. നിങ്ങൾ ക്യാപ്ഷന്റെ ഫസ്റ്റ് ലൈൻ എപ്പോഴും ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കോണ്ടന്റിന്റെ ആവറേജ് വാച്ച് ടൈം വളരെയധികം കൂടും. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ഈസ് ആഡ് 3 topics ബിഫോർ പോസ്റ്റിംഗ്. അത് കൂടുതൽ ആൾക്കാർ ചെയ്യാത്തൊരു കാര്യമാണ്. ടോപ്പിക്സ് ആഡ് ചെയ്താലേ നിങ്ങളുടെ കോണ്ടന്റ്സ് പ്രോപ്പർ ആയിട്ടുള്ള ആ ടോപ്പിക്സിന് അനുസരിച്ചുള്ള ആൾക്കാരിലേക്ക് എത്തുള്ളൂ. സോ ഗൈസ്, ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ഫോർ മോർ.